CCTV കണ്ട വീഡിയോ മക്കൾ വാ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളത് ശരിക്കും കണ്ടില്ല, ശരിക്കൊന്ന് കാണണം. എന്താ എന്താ കണ്ടത്? അല്ലെങ്കിൽ അത് കാണണ്ട, ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവിച്ചതെന്ന്. ഇപ്പോഴല്ല, നിങ്ങൾ അങ്ങോട്ട് വാ. നമുക്ക് ഇപ്പൊ തന്നെ ഈ ഹോട്ടലിൽ നിന്ന് പോവാം. ഈ ഹോട്ടലിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതെ, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോവാം, അല്ലേ ശരിയാവില്ല. അതെന്താ ആന്റി, ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ ഒരു കുഴപ്പമില്ല, തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോവാം. അതാ നല്ലത്. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് പോണോ? ഇവിടെ എന്ത് കുഴപ്പം? ഇവിടെ കുഴപ്പം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടെ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാം. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ അപാരമായ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഇവിടെ മുഴുവൻ പേടിയാവുന്നു. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ നടക്കുന്നേ, എനിക്കൊന്നും അറിയില്ല. എന്നെ എല്ലാവരും കൂടി പ്രതിയാക്കാൻ നോക്കും. എന്താ നിങ്ങൾക്കും തെളിച്ച് പറ, എന്താ സംഭവിച്ചത്? അതെന്താന്ന് വെച്ചാ ലച്ചുവിന്റെ തലയിൽ ഫാൻ വീണു. എന്ത്? ലച്ചുവിന്റെ തലയിൽ ഫാൻ വീണു? എങ്ങനെ? അതാണ് കാര്യം. CCTV കണ്ടത് എന്താന്ന് വെച്ചാ കുറച്ചൊക്കെ നേരായി മോളെ. അങ്ങനെ ഞങ്ങൾ CCTV കാണാൻ പോയപ്പോഴാ മോള് ലച്ചുവിന്റെ അടുത്തേക്ക് വന്നതെന്നാ അവള് പറയും. ശരിയാ, അവളിപ്പോ ഇവിടുന്ന് പോയിട്ടുള്ളൂ. ഇതുവരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. എന്നിട്ട് കുഞ്ഞുസിന്റെ അമ്മ എന്തേ? അവൾ കരഞ്ഞോണ്ട് അവിടെ കിടപ്പുണ്ട്. എന്റെ മോൾ ഇത് ചെയ്തല്ലോ എന്ന് പറഞ്ഞ്. കൊച്ചാണെങ്കിൽ ഞാനല്ല എന്നാ പറയുന്നേ. ഇവളല്ല, ഇവൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പറയാൻ പറ്റില്ല, ഇവൾ അതും ചെയ്തതിന് അപ്പുറം ചെയ്യും. നിനക്കെന്നെ എന്ത് കിട്ടുവേ? എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? കൊച്ചിനെ വെറുതെ കരയിപ്പിക്കല്ലേ. അല്ല അമ്മേ, ഇവിടെ എന്താ ശരിക്കും പ്രശ്നം? അല്ല, ഇവിടെ തന്നെ ആയിരിക്കും ഒക്കെ ചെയ്തത്. എന്നിട്ട് വേറെ പ്രാർത്ഥന തലക്കിടാ. അല്ലമ്മേ, ഇനിയിപ്പോ ശരിക്കും ഇവിടെ തന്നെ ചെയ്തതാവോ ഇതൊക്കെ? എന്റെ മോളെ, ഈ കൊച്ചുകുട്ടി എങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാ? നിനക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നുണ്ടോ? അല്ലമ്മേ, പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ കൊച്ചിനെ കരയിപ്പിച്ചേക്കരുത്. എന്റെ കയ്യിൽ നിങ്ങൾ രണ്ടുപേരും മേടിക്കും. ഞാൻ എന്നാലേ റൂം വെക്കേറ്റ് ചെയ്യട്ടെ. നമുക്ക് നേരെ വീട്ടിൽ പോകും, അത് നല്ലത്. ട്രിപ്പ് ഒന്നും വേണ്ട. ഞാനേ റൂം വെക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എടി സത്യം പേടി, നീ അല്ലടി ശരിക്കും ഫാൻ അയച്ചിട്ട്? ഞാൻ എന്തായാലും ഫയർമാനാ, ഫാൻ ഒക്കെ എടുത്ത് അയച്ചിട്ടാനായിട്ട്. കണ്ട പെണ്ണ് തട്ടിത്തരം പറയുന്നു. അപ്പൊ തന്നെ മനസ്സിലാക്കാം പെണ്ണെന്നെ കയ്യിലിരിപ്പ്. കള്ളം മറക്കാനായിട്ട് നീ ചൂടാവുന്നേ. ഇവിടെ വേറെ എന്തൊക്കെ പ്രശ്നമുണ്ട്. അപ്പൊ നീ എല്ലാം അവളുടെ തലയിലിടല്ലേ? ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ നമ്മളെ റൂമിൽ നിന്ന് പ്രേതത്തിന് വേഷമിട്ടെന്ന് പേടിപ്പിച്ചല്ലേ? അപ്പൊ ഇവിടെ പ്രേതം വരുത്തി തീർക്കാൻ വേണ്ടിട്ട് അവള് ഫാൻ ഊരി പാപം ലക്ഷിച്ചിട്ട് തലയിക്കിട്ടതായിരിക്കും. എന്നെയാരും വിശ്വസിക്കാനില്ലല്ലോ എന്റെ ദൈവമേ. ഞാനുണ്ടല്ലോ നിന്നെ വിശ്വസിക്കാൻ. നിന്റെ കള്ളങ്ങൾ വിശ്വസിക്കാനേ ഇവിടെ എല്ലാരും കാണും. പക്ഷെ ആ കൂട്ടത്തില് നീ ഞങ്ങൾ രണ്ടുപേരും ചേർക്കണ്ട. ഇവിടെ അവള് പറയുന്നത് സത്യമായിരിക്കും. എന്തോന്ന് സത്യം? ഇവളൊക്കെ വാ തുറന്ന കളവ് മാത്രമേ പറയൂ. എന്നോട് ദേഷ്യമുണ്ടെന്ന് കരുതി ഒരുമാതിരി മറ്റൊരു പരിപാടി കാണിക്കല്ലേ? ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കുന്നവര് സഹോദരന്മാര്. അതായത് നിങ്ങളെ പോലെയല്ല. നിങ്ങൾ എന്തൊരു ടോക്സിക് സിസ്റ്റേഴ്സ് ആണ്. I hate you, I hate you, I hate you. Hate you, hate you, hate you, hate you, hate you. I hate you so much. Hate you, hate you എന്നൊക്കെ പറഞ്ഞ് ഇരുന്നാ മതി. അവൾ ചെയ്തു വെച്ചേക്കുന്നത് കണ്ടില്ലേ? ഇവളൊക്കെ ഒന്നും പറയുന്നില്ല. പാവം ചേച്ചിയുടെ തല പൊട്ടിക്കാനായിട്ട്. നീ ഇവിടെ നിൽക്ക്, ഞാനേ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് വരാം. ഞാൻ വരുന്നത് ഈ പിശച്ചനെ ഞാൻ നോക്കത്തില്ല. നീ അതിന് നോക്ക്, തൽക്കാലം നീ അതിന് നോക്ക്. എന്നിട്ട് ബാക്കി മൂന്നത് കണ്ടില്ലേ പിശാചേ? എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കള്ള കണ്ണീരങ്ങ് വീഴ്ത്തിയാ മതി. എല്ലാം ആയല്ലോ. കള്ള കണ്ണീര് കൊണ്ടാലേ അതുകൊണ്ട് വീഴാൻ എന്റെ അമ്മയും. ദേ നിന്റെ മുഖം ഞാൻ അടിച്ച് പൊളിക്കും. ഇല്ലാത്തതോരോ നിന്നെ പറഞ്ഞുണ്ടാക്കിയ ദൈവം പോലും നിന്നോട് പൊറുക്കത്തില്ല. ലക്ഷ്മി ചേച്ചി, ലക്ഷ്മി ചേച്ചി, ചേച്ചി നല്ല വേദനയുണ്ട്. ഈ സ്റ്റിച്ചിന്റെ വലിപ്പം നോക്കണേ, എന്തോരം വലിയ സ്റ്റിച്ച് ഇട്ടേക്കുന്നത്. എനിക്ക് കണ്ണ് തുറക്കാൻ പോലും മേല. ചേച്ചി എന്നാലും ഫാൻ എങ്ങനെ ചേച്ചിയുടെ തലയിൽ? ഞാൻ എങ്ങനെ എടുത്ത് തലയിൽ കിട്ടും? അല്ല പിന്നെ എനിക്ക് പതല്ലേ പണി. ഒരു ചോദ്യം കേട്ടതൊന്നും ഞാൻ ഫാനിന്റെ മണ്ടയ്ക്ക് കയറി ഇരുന്നാണ്. അതല്ല ചേച്ചി, വേദനക്ക് കുറവുണ്ട്, നല്ല കുറവുണ്ടടി. ചേച്ചിമാരുടെ മക്കളാന്ന് പറഞ്ഞിട്ടെന്താ? ഒരു സ്നേഹവും ഇല്ല. എത്ര നേരം ഞാനിവിടെ തല പൊട്ടി ചോര പോയി കഴുകുന്ന അറിയോ? ചേച്ചിമാർ നേരെ ഓടിയിരിക്കുക എന്ത് പറ്റിയെന്ന് അറിയാനായിട്ട്. അല്ലാതെ അനിയത്തിന്റെ തലക്ക് എന്തെങ്കിലും പറ്റുന്നൊന്നും അറിയണ്ട. എന്നാ അവരുടെ മക്കളായിട്ടുണ്ടല്ലോ വന്നു നോക്കാം, അതുമില്ല. ഇപ്പൊ മനസ്സിലായി എന്തെങ്കിലും പ്രശ്നം വന്ന ആരും കൂടെ കാണില്ല. ആരും കൂടെ കാണില്ല, നമുക്ക് നമ്മളെ കാണുന്ന ഇന്ന് എനിക്ക് തെളിഞ്ഞു, 100% തെളിഞ്ഞു. അങ്ങനെ പറയില്ലേ, ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ടാ അങ്ങനെ പറയില്ലേ, എനിക്ക് വിഷമാവും. നോക്കട്ടെ? വേണ്ട, ആരും നോക്കണ്ട. ഇവിടെ പട്ടിയെ പോലെ ചത്ത് കിടന്നപ്പോ ഒരു പട്ടിയും വന്നില്ല എന്നെ കാണാനായിട്ട്. എന്റെ വിധി, അല്ലാണ്ട് എന്തോന്ന്
ആ ഫാന്റെ ലീഫ് ഇങ്ങനെ ചെറുതായിട്ട് തലയിൽ തട്ടേ ചെറിയൊരു മുറിവ്. ചെറിയ മുറിവിനാണ് ഇത്രയും വലിയ ബാൻഡേജ്. അത് പിന്നെ ഞാൻ കുറച്ച് വലിപ്പം കൂട്ടി വെച്ചതാ. ഇനിയിപ്പോ മുറി ഇനി വലുതാവണ്ടെന്ന് വിചാരിക്കും. പിന്നെ മുറി ഇങ്ങനെ വലുതാവില്ലേ? അറിയാൻ മേലാത്തോട് ചോദിക്കാം. ശരിക്കും എവിടെയൊക്കെ ഫേവണത്? തലയിലേക്കാണോ അത് ചേച്ചിയുടെ തലച്ചോറിലേക്കാണോ? നിന്റെ മണ്ടയ്ക്ക്. എന്റെ മണ്ടയ്ക്കല്ല, ചേച്ചിയുടെ മണ്ടയ്ക്കല്ല ഇപ്പൊ വീണത്. എന്റെ മണ്ടയ്ക്ക് തന്നെയാ പണ്ട് എല്ലാം വീണോണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. ദൈവം പോലും കൂടെ ഇല്ലാന്ന് മനസ്സിലായി. ഒന്ന് വീണ് കിടന്നപ്പോ എന്നാ ഇവിടെ അടിച്ചു വരാൻ വരുന്ന ചേച്ചിയിലും ഒന്ന് നോക്കിയോ. എന്തുവാ ചേച്ചി ടെൻഷൻ അടുപ്പിക്കുന്ന ചിരിപ്പിക്കല്ലേ? അതിനാരായിട്ട് നിന്നെ ചിരിപ്പിച്ച്? ഞാൻ കരഞ്ഞപ്പോ സൗണ്ട് വന്നതൊക്കെ അല്ലാതെ ഞാൻ നിന്നെ ചിരിപ്പിച്ചൊന്നുമല്ല. എനിക്കിപ്പോ അതല്ലേ പണി, നിന്നെ ചിരിപ്പിക്കാൻ. ഇവിടെ ആരും ഇല്ലേ? ഞങ്ങൾക്കൊന്ന് റൂം വെക്കേറ്റ് ചെയ്യണായിരുന്നു. എന്റെ ദൈവമേ, ഇവിടുത്തെ എല്ലാവരും ഇവിടെ പോയി. ഇവിടെ ആരും ഇല്ലേ? ഇവിടുത്തെ ഓഫീസിലൊന്നും ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണുന്നില്ലല്ലോ. കൗണ്ടറിൽ ഉണ്ടായിരുന്ന ചേട്ടനെയും കാണുന്നില്ല. ഈ ഹോട്ടലിൽ മനുഷ്യന്മാര് കുറവാണോ?